പരിപാടികളൊക്കെ ആസ്വദിച്ചു. എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയത്. MGM ലാക്കാട്ടൂർ എന്നെ പഠിപ്പിച്ച സാറുമാരും വിദ്യാർത്ഥികളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ടേ കുറച്ച് നേരം ഒന്ന് വന്ന് പഴയ കാര്യം 10 വർഷം മുന്നേ ആയിരുന്നു ലാസ്റ്റ് കലോത്സവം. 2006 ഞാൻ +2 പാസ് ഔട്ട്. അന്ന് കലോത്സവ വേദിയിൽ നിന്ന് വിട്ടിട്ട് പിന്നെ ഒരു സുഖം. വീണ്ടും ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കലോത്സവം കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അന്നത്തെ അത്ര കോമ്പറ്റീഷൻ ഒന്നുമില്ല കേട്ടോ. അത് ഇത്ര 3 ഡാൻസ് എനിക്കിവിടെ വന്ന് ഗ്രൂപ്പ് ഡാൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അന്ന് കുറേ കൂടെ കാരണം ലൈവ് ഉണ്ടായിരുന്നു. +1 ഞാൻ ലൈവ് ആയിരുന്നു. അപ്പോൾ ലൈവല്ല, റെക്കോർഡ് വന്നപ്പോൾ തന്നെ ആ പഴയ ഒരു എന്താ പറയുക, ഒരു ലൈവിൽ വരുമ്പോൾ ഉള്ള ഒരു ചടുലത കുറഞ്ഞിട്ടുണ്ട്. കണ്ടതിൽ എനിക്ക് 1-2 എണ്ണം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ക്രൗഡുണ്ട്. സാധാരണ പണ്ട് കലോത്സവ വേദിയിൽ കണ്ട ക്രൗഡ് ഇന്നിപ്പോൾ അത്ര ഇല്ലെങ്കിൽ കൂടി കുറേയൊക്കെ പ്രതീക്ഷിച്ചതിലും നിറയെ ആൾക്കാരുണ്ട് ഇന്നത്തെ വേദിയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും എൻ്റെ ഗുരുക്കന്മാരെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും കലോത്സവ വേദിയിൽ എത്താൻ പറ്റിയതിൽ സന്തോഷം. 2009 ഇതേ സ്ഥലത്ത് തന്നെ ഞാൻ വന്നിരുന്നു. 2009 ലാസ്റ്റ് സ്റ്റേറ്റ് നടന്നത് ഇവിടെ. അപ്പോഴും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ട് ഒന്ന് സൂചിച്ചിട്ട് പോയി. കാരണം കലോത്സവമാണ് എന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത്. കലോത്സവത്തിലെ കലാതിലകമായ ഫോട്ടോ കണ്ടിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ എൻ്റർ ആവുന്നത്. അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ, ഇപ്പോഴും ഒന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയും പറ്റൂലല്ലോ. പിന്നെ കലോത്സവ വേദിയിൽ ഒരിക്കൽ പരിചയപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കൽ കണ്ട ഒരാളാണ് അന്നത്തെ കോട്ടയം ജില്ലയുടെ 5 വർഷത്തെ കലാപ്രതിഭയാണ് സ്വാതി സുരേഷ് ഭൈമി എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഒരു കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു അനുഭവം ചോദിച്ചാൽ കലോത്സവത്തിൽ പണ്ട് കൊതിച്ച് ഒരുപാട് പുറകെ നടന്ന കലാപ്രതിഭയെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഇപ്പോൾ കല്യാണം എന്നെ കഴിച്ചു. 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇനി അടുത്ത തവണ കലോത്സവം നടക്കുന്ന സമയത്ത് ഇങ്ങനെ വരാൻ പറ്റുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും വരണം എന്നാണ് ആഗ്രഹം.